വിളിക്കപ്പെടുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. ഇന്നത്തെ ദിവസം ഒരു ബ്ലസ്ഡ് ടൈം ആണ്. കാരണം അനേക ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെ സൂം മീറ്റിങ്ങുകൾ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. കാരണം ഞാൻ ഏത് സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്താലും അവിടെയൊക്കെ ബ്ലെസ്സിങ്ങിനെ കുറിച്ചും അവിടെ കുറെ അമ്മച്ചിമാരിരുന്നുകൊണ്ട് കാനഡയ്ക്ക് വരാനുള്ള വിസയ്ക്ക് വേണ്ടിയിട്ടും അമേരിക്കയിലെ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അതുകൊണ്ട് ഞാൻ ആ മീറ്റിംഗിലെ ഇടയിൽ കണ്ടക്ട് ചെയ്യുന്ന ആളിന് ഒരു കൊട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ ആരും വിളിക്കാറില്ലായിരുന്നു. സ്തോത്രം. കാരണം എനിക്ക് ഈ സൂം മീറ്റിംഗ് അല്ലല്ലോ ഇമ്പോർട്ടന്റ്, എനിക്കൊരു ആത്മാവിന്റെ വിടുതലാണ്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്റെ ഫോക്കസ്. ഒരാള് രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ട ഒരാള് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്യണം. ഈ രണ്ട് ഫോക്കസോടുകൂടി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ ആച്ചാപ്പൂച്ച സൂം മീറ്റിങ്ങിലൊന്നും എന്നെ വിളിക്കാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. 10 പേരേ ഉള്ളോ, വളരാൻ ആഗ്രഹിക്കുകയും അകത്തെ മനുഷ്യനെ ബലപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്ക് മാത്രം ഇനി എന്നെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അസർബൈജാനിൽ ഇരുന്നപ്പോഴാണ് സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചത്, സിസ്റ്ററെ ഇന്ന് നാളെ ഒരു സൂം മീറ്റിംഗ്. ഞാൻ പറഞ്ഞു നോ, ഞാൻ പുറത്താണ്, പറ്റത്തില്ല, അപ്പൊ നമുക്ക് വേറെ ദിവസം നോക്കാം. അപ്പൊ ഇന്നായിരുന്നു റൈറ്റ് ഡേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ റൈറ്റ് മെസ്സേജിലേക്ക് കിടക്കാണ്. നമുക്ക് 1 മണിക്കൂറാണ്, സമയം കളയാനില്ല. സോ ഞാനൊരു വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സിസ്റ്റർ എന്തുമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിച്ചു വെച്ചു. ആമേൻ. സോ ഞാൻ ഇനി സ്പീഡിൽ മെസ്സേജിലേക്ക് കിടക്കുകയാണ്. നമുക്ക് 1 മിനിറ്റ് പോലും കളയാനില്ല. ആമേ. വി ആർ എൻറ്ററിംഗ് ഇൻ ടു ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പ്ലേസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തെ ആധാരമാക്കി ആ ഒരു പ്രാഗത്തോടുകൂടെ, ബിക്കോസ് നമുക്ക് എനി ടൈം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള പ്രാഗൽഭ്യം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആമേ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടട്ടെ. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആരും ചെറിയവരല്ല. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൽ പ്രിയപ്പെട്ട മക്കളാകുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ആരെങ്കിലും എന്റെ സിസ്റ്ററെ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, എന്റെ മനസ്സ്, ആമേ പ്രമീള റൈസ്, റെജി സിസ്റ്റർ, ബ്ലെസ്സിയം, സോമി, ആമേ സിസ്റ്റർ, ഓരോരുത്തരും, സിജി സിസ്റ്റർ, ആമേ ശോഭ ആന്റി, ആമേ സിബി, നിങ്ങളോട് പറയാണ്, ആരെങ്കിലും ഹൃദയം നുറുങ്ങിയാണ് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിരിക്കുന്നെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, ആമേ ഭയപ്പെടരുത്. ആമേൻ. നീ ഭയപ്പെടരുത്. നീ ഒരു ദേവദാരുവാണ്. നിന്റെ വേര് ഉറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ മെസ്സേജിന്റെ ഇടയിലൂടെ ആമേ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തിപരമായി ഇടപെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. നിങ്ങളിൽ പലരും ആമേൻ ജീസസ് ഈസ് ഗോഡ് TV നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവരാണ്, അറിയാവുന്നവരാണ്, അതിലുള്ളവരാണ് മാക്സിമം പേര് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല എന്നെ കുറിച്ച്. ആമേൻ. ഞാൻ എന്ന വ്യക്തിയുടെ ഒരു ഡെഫിനിഷൻ ബൈബിളിൽ നിന്ന് തരാൻ നോക്കിയാല് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യമാണ് എന്റെ ലൈഫ് സ്റ്റൈല്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ തളർന്നു പോവുകയില്ല, അവർ ആമേ ശക്തി പ്രാപിക്കും, അവർ ചിറകടിച്ചുയരുക തന്നെ ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ്. അതിന് എൻഡിലാണ് ചിറകടിച്ചുയരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ചില ചിറകടിച്ചുയരുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ മുഴുവനും പറയുന്നത്. ഞാനൊരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരുന്നില്ല. എന്റെ ജീവിതം എന്റെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴ് ഞാൻ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ റാപ്ചറിനെ കുറിച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഇടയിൽ കർത്താവിന് എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യണമോ ലെറ്റ് ഹിം ഡു, നോ പ്രോബ്ലം. പക്ഷെ ഞാനോ സിസ്റ്റർ പറഞ്ഞതുപോലെ കുറയണം, നീയോ വളരണം. ഐ ഹാവ് ടു ഡിനൈ മൈസെൽഫ്. നമ്മൾ പലപ്പോഴും ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, സിസ്റ്ററെ എന്റെ മോൻ വഴിതെറ്റിപ്പോയി, അവൻ വഴിതെറ്റിപ്പോയി, അവന്റെ റിലേഷൻഷിപ്പ്, അവന്റെ മാരേജ്, അവന്റെ സ്റ്റഡീസ്, എന്തോരം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഒരു കാര്യം ചോദിക്കും, നിന്നോട് ആര് പറഞ്ഞു അവനെ പ്രതീക്ഷിക്കാനായിട്ട്? എവിടെയാണ് വചനത്തിൽ പറഞ്ഞത് നിന്നോട് പ്രതീക്ഷിച്ചിരിക്കാനായിട്ട്? നീ എന്നെ കാത്തിരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ നിനക്ക് ദാനമായി തന്ന കുഞ്ഞിന്റെ മുകളിലേക്ക് നോക്കി അവൻ വളർന്ന് അവൻ അമേരിക്കയിൽ പോയി, അവന്റെ പൈസ വന്ന്, പിന്നെ ഞാനും അങ്ങോട്ടൊന്ന് പറന്നുപോയി, ഞാൻ പിന്നെ അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കി, പിന്നെ ഞാൻ പിന്നെ ചിന്നമ്മയെക്കാട്ടിലും വലിയവളായി, പിന്നെ ഞാനൊരു ലീവിന് വരും, പിന്നെ ഞാൻ ചർച്ചിൽ പോകും, പിന്നെ ഞാനൊന്ന് നിൽക്കും, ഞാൻ ഇത് എങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. കോപ്പി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കോപ്പി ചെയ്തവരൊന്നും ഇന്ന് എന്നെ കോപ്പി ചെയ്തവരൊന്നും ഇന്ന് ഇവിടെ ഇല്ല, UAE ഇല്ല. നിങ്ങൾ പേഴ്സണലി വിളിച്ചാൽ പറയാം ആരൊക്കെയാണ് കോപ്പി ചെയ്തത്.
കോപ്പി ചെയ്ത് സൂം മീറ്റിംഗ് തുടങ്ങിയവരുണ്ട്, കോപ്പി ചെയ്ത് എന്നെ പോലെ ബിസിനസ് തുടങ്ങിയവരുണ്ട്, കോപ്പി ചെയ്ത് TV ചാനൽ തുടങ്ങിയവരുണ്ട്, കോപ്പി ചെയ്ത് പ്രെയർ ഗ്രൂപ്പ് തുടങ്ങിയവരുണ്ട്. എല്ലാവരും സ്കാറ്റേഡ് ആയിപ്പോയി. ഞാനൊന്നും ഇടാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കോപ്പി അല്ല ഇവിടെ ആവശ്യം. നമ്മളോട് ദൈവം എന്തു പറയുന്നു അത് ചെയ്യാനുള്ള പ്രാഗൽഭ്യം ഉണ്ടോ എന്ന് കർത്താവ് നോക്കിയിട്ടാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി നമ്മൾ ഇരുന്ന് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് കുഞ്ഞുങ്ങളെ പ്രതി വേദനയോട് കുരുവിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അല്പസമയത്തേക്ക് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാം ഈ മെസ്സേജിലേക്ക്. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ടോർച്ചർ ചെയ്തതായിരിക്കാം, ചീറ്റ് ചെയ്തതായിരിക്കാം, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വേദനിപ്പിച്ചതായിരിക്കാം, മരുമോൻ നിങ്ങളെ കളിയാക്കിയതായിരിക്കാം, അയൽവാസി നിങ്ങളെ ചേറ് വലിച്ചെറിഞ്ഞതായിരിക്കാം, നിങ്ങൾ നാണം കെട്ട് ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലുമായിരിക്കാം. വാട്ട് എവർ യുവർ പ്രോബ്ലം ഈസ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്, നിങ്ങൾ ഈ മെസ്സേജിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ അകത്ത് നമ്മൾ അവസാനത്തിന് മുമ്പ് 1 മണിക്കൂറിനകത്ത് എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾക്ക് തരണം. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഒരു ദൈവ പൈതൽ എടുക്കേണ്ടത്? കേരളക്കരെ മാത്രമല്ല 5 വൻകരകളിലും ദൈവദാസന്മാരെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്നലെ ഇന്നും അല്ല തുടങ്ങിയത്, കായിന്റെ സമയം പൊട്ടേ തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മൾ ആശ്ചര്യപ്പെടുകയൊന്നും വേണ്ട. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ ഒറ്റ കാര്യവും നമ്മൾ കാണുന്നില്ല. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, ബൈബിളിലും ഉള്ള കാര്യങ്ങളാണ്. യേശു കർത്താവിനെ പോലും വലിച്ചു കീറിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് അവര് സത്യമാണോ ഇവര് സത്യമാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒറ്റ മനുഷ്യനായിരിക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ നിന്ദാപാത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്, ചർച്ചകൾ കേൾക്കുന്നതും എല്ലാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റ ഒരാള് ഒരു ഭവനത്തില്, ഒരു വില്ലേജില്, ഒരു സ്ട്രീറ്റില്, ഒരു ഡിസ്ട്രിക്റ്റില്, ഒരു സ്റ്റേറ്റില്, ഒരു കോണ്ടിനെന്റില് എഴുന്നേറ്റാൽ എത്ര പേരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്റെ ജീവിതത്തിലൂടെ എന്നെ കർത്താവ് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ഞാൻ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല, എന്റെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, എന്റെ ചർച്ച സമ്മതിക്കത്തില്ല, എന്റെ നാട്ടുകാരെ സമ്മതിക്കത്തില്ല, ഒറ്റ മനുഷ്യര് ഞാൻ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല. പാസ്റ്റർമാര് പോലും എന്നോട് വന്ന് പറഞ്ഞതാണ്, കേരളത്തിലോട്ടൊന്നും വേണ്ടാട്ടെ, ഇവിടൊക്കെ അറ്റം കുട്ടിയൊക്കെ ചെയ്ത് നിന്നാ മതി. 2010 എനിക്ക് പ്രവചനം തന്നതാ. ഞാൻ പേടിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. കർത്താവേ, ഇത് എന്റെ നാണക്കേട്, ശരിയാ, ഞാൻ നാണം കിട്ടവളാ, എനിക്ക് പോകാനൊരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. പക്ഷെ എന്റെ ഉള്ളത്തിൽ വീണ വിത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഉള്ളത്തിലിരിക്കുന്നവൻ ആരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മനുഷ്യനെ ഭയപ്പെട്ടു. എന്നാൽ ഇവിടെ വരുന്ന ഒരു ഗ്രേറ്റസ്റ്റ് വുമൻ ഇൻ ലോർഡ്. ഹല്ലേലൂയ. ആരാണ്? മോശയുടെ അമ്മ. മോശ ജനിച്ചപ്പോൾ അതിസുന്ദരനായതുകൊണ്ട്, എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴ് എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവന് 3 മാസം അവനെ ഒളിച്ചു വെച്ചു. നമുക്കറിയാം, നമ്മൾ പ്രേഷ്യസ് ആണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ല, എന്തുകൊണ്ട് സിസ്റ്റർ എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം, ഞാൻ എന്തുകൊണ്ട് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകണം? ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ചർച്ചിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം? ഞാനും പലപ്പോഴും ചോദിച്ചതാണ്. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മോശയെ പോലൊരു ജീവിതമാണ്. സംടൈം നമ്മളിങ്ങനെ ദൂതിന് വേണ്ടി ഓടും, എന്നാൽ നിങ്ങളോടുള്ള ദൂത് പറയാണ്, നീ ഒരു മോശ കുഞ്ഞാണ്. സംടൈം ദൈവത്തിന് നിന്നെ മറച്ചു വെക്കണം. എന്തുകൊണ്ട്? 3 മാസം ഒളിച്ചിരിക്കാൻ പറഞ്ഞുവെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. അവനെ നശിപ്പിക്കുവാനായി ഫറവോനും കൂട്ടരും ഓടി വരികയാണ്. അവര് ജാഗ്രതയിലായിരിക്കണം. അപ്പോൾ ദൈവത്തിനറിയാം മോശയെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എവിടെയാണ് ഈ മോശയെ ദൈവം കരുതുന്നത്? ഇത്ര മാത്രം ഒരു രാജാവിന്റെ മുൻപില് പിടിച്ചു നിൽക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അവർക്ക് കിട്ടിയ ഗട്ട്സ് ഒന്ന് നോക്കിക്കേ. ഞാൻ ഈ വീട്ടിലിരിക്കുമ്പോൾ മുഴുവൻ സമൂഹത്തിന്റെ മുൻപിലും എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇടയിലാണ് 15 വർഷമായിട്ട് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് ആർക്കും പറയാൻ പറ്റത്തില്ല, എന്റെ രോഗമാണ്, എന്റെ കുഞ്ഞുങ്ങളാണ്, പിന്നെ എന്റെ ചർച്ചാണ്, എന്റെ അച്ചാച്ചനാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ അമ്മൂമ്മയാണ്, എന്റെ കുടുംബക്കാരാണ്, എന്റെ നാട്ടുകാരാണ് എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ഈ സമൂഹം മുഴുവനും എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നപ്പോഴും ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷവും കൂഞ്ഞി ബെൻഡായി സ്പൈനൽ പ്രോബ്ലം ആയിട്ട്, ഹല്ലേലൂയ, എന്നെ കൊണ്ട് ദൈവം പ്രവർത്തിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു 50 കിലോ വെയിറ്റ് സ്പൈനലിൽ തൂക്കിയിട്ടതുപോലെ ആയിരിക്കും ഞാൻ നടക്കുന്നത്. ബട്ട് ഐ ഡിഡ് നോട്ട് ഗിവ് അപ്പ്.
ബിക്കോസ് എനിക്കറിയാമായിരുന്നു എന്റെ ദൈവം ആരെന്ന്. ഹല്ലേലൂയ. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിച്ചു വയ്ക്കുവാൻ ഈ സഹോദരിക്ക്, മോശയുടെ അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അവിടെ ഒരു വലിയ പ്രവൃത്തി നടന്നിട്ടുണ്ട്. കാരണം ആ ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. അതിന്റെ 10ാം വാക്യം വരെ അമ്മ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു 10ാം വാക്യത്തില്. അമ്മേ നമുക്കറിയാം അവന്റെ അവര് തന്നെ പിന്നെ ഇതൊക്കെ കീലൊക്കെ അടിച്ചിട്ട് അത് വെള്ളത്തിന്റെ അവിടോട്ട് എന്ത് ചെയ്യുന്നതാണ്, കീലും തേച്ചു ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അപ്പൊ ദൂരത്ത് നിന്ന് പെങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അമ്മ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ ഫറവോന്റെ മകള് അവൾക്ക് ദൈവം അവളോട് കനിവ്, അവളുടെ ഉള്ളത്തിൽ ഒരു കനിവ് കൊടുപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് എന്നോടും നിങ്ങളോടും ചിലരോട് പറയുകയാണ്, സിറ്റുവേഷൻ ബാഡ് ആയിരിക്കാം, ദ സർക്കംസ്റ്റാൻസ് ഈസ് വെരി ബാഡ്, ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സിന്ധുമോളെ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അനിത സിസ്റ്ററിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, നൈൽസിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് നിന്നോട് പറയുകയാണ്, നീ ഭയപ്പെടാതെ ഇരുന്നാൽ, ദൈവത്തിൽ തന്നെ നീ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഈ ജീവനുള്ള ദൈവം ആരെന്ന് നിന്നിലൂടെ ദൈവം അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. നിന്റെയും എന്റെയും ദൈവം ഒന്ന് തന്നെയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു, ഞാൻ ഭയപ്പെടാതെ മുന്നോട്ട് പോയി എനിക്ക് ബലം നൽകുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവം ബലം നൽകും. ദിസ് ഇസ് എ പ്രോമിസ് ഓഫ് 2024 ഫോർ യു. Never give up. Amen. Never stay home. Ruby sister, never give up. Prima Jerry, never give up. Josie, never give up. Because God has a great plan about you. Jesus Israel, never give up. നിങ്ങളെ കൊണ്ട് തുടങ്ങി വെച്ചത് ഇന്ന് നമ്മൾ ഒന്നും കാണുന്നില്ല, ഇന്നൊരു കൈപ്പത്തി പോലും നമ്മൾ കാണുന്നില്ല. എന്നാൽ കർത്താവ് പറയണ, ഞാനൊരു പ്ലാൻ തുടങ്ങി വെച്ചെങ്കിൽ റാണി, ഞാനൊരു പ്ലാൻ തുടങ്ങി വെച്ചിട്ട് നിനക്കൊരു ദർശനവും ഒരു വെളിപ്പാടും നിനക്ക് തന്നിട്ടാണ് നിന്നെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ പുറമേ ഒന്നും കാണാൻ പറ്റുന്നില്ല. സമൂഹം മുഴുവനും കോളിളക്കം കൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിനെ മറച്ചു വെച്ചിരിക്കുകയാണ്, ആരും കണ്ടുകൂടാ. പക്ഷെ അതിനൊരു ടൈം പീരീഡ് ദൈവം വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി കാത്തിരിക്കാൻ ആരും തയ്യാറാകാത്തത് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് വേണം. ഈ പ്രവാസ ജീവിതത്തിലും 2000 മുതലുള്ള പ്രവാസ ജീവിതം, അപ്പോഴും ഞാൻ 14 വർഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തൊട്ട് പിന്മാറ്റത്തിലാണ്. 13 വർഷക്കാലം പിന്മാറ്റം കഴിഞ്ഞ് 2010 ദൈവം എന്നെ അനോയിന്റ് ചെയ്ത് വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഞാനൊരു പിന്മാറ്റം എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക, നിന്നെ ഞാൻ പുറത്ത് കാണിക്കത്തില്ല. ഹല്ലേലൂയ. 97 മുതലുള്ള മിക്കി മൗസ് കളിയാ ഇവിടെ ദൈവവും ഞാനുമായിട്ട്. ഞാൻ കർത്താവ് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കർത്താവ് അങ്ങോട്ട് പോയി. രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാ. പക്ഷേ ഈ ജീവിത യാത്രയിൽ മോശയെ പോലെ 40 വർഷക്കാലം രാജകൊട്ടാരത്തിൽ, 40 വർഷക്കാലം പുറത്ത്, പിന്നീട് അവനെ ധൈര്യപ്പെടുത്തി മോൾഡ് ചെയ്ത് എക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ ആ ഫറവോന്റെ അടിമത്തത്തിലിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവനെ അയക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായി. അപ്പോൾ ഇവന് ജനനത്തിന് മുന്നമേ ദൈവം തീരുമാനിച്ചതാണ്, മോശയാണ് ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ പ്രവൃത്തിയെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കൃപ മേൽ കൃപ യേശു കർത്താവ് മൂലം വന്നതെന്ന്. ഹല്ലേലൂയ. മോശയാണ് പഴയ നിയമം മുഴുവനും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബക്കാരും CSIക്കാരും ജാതികളായിരിക്കുന്ന മുഴുവൻ ജനവും അവര് മോശയും അബ്രഹാമിനെയൊക്കെ പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ യേശു വഴിയും ജീവനും സത്യവുമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ മനുഷ്യന്റെ ജീവനായിരുന്നു. ആ തക്ക സമയത്ത് ആ ജീവൻ ഭൂമിയിലേക്ക് വന്നു. ആ ജീവനെ നീ റിസീവ് ചെയ്തില്ലെങ്കിൽ, നീ മോശയുടെ പുറകെ പോയാൽ നിനക്ക് ജീവൻ ഉണ്ടാവുകയില്ല. മോശയെ കേൾക്കണം. ആ മോശയുടെ ചരിത്രം തന്നെ ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ യേശു കർത്താവിലൂടെ തന്നെ പോകണം. ഹല്ലേലൂയ. അപ്പൊ കൃപമേൽ കൃപ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ മോശയുടെ കാര്യം പറയാണ്. മോശ ഇവിടെ നിൽക്കുമ്പോഴ് മോശയുടെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് ഫറവോന്റെ ഹൃദയത്തെ 10 പ്രാവശ്യം ദൈവം കഠിനപ്പെടുത്തുകയാണ്. 15 വർഷമായ മൽപിടുത്തം വീട്ടിൽ നടക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് എന്ന വ്യക്തിനെ ഫറവോൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഐ ലവ് മൈ ഹസ്ബൻഡ് വെരി മച്ച്. വ്യക്തിയിലൂടെ എന്നെ ഒരുക്കുകയായിരുന്നു കർത്താവ്.
എന്ന് ഞാൻ ഈ സത്യം അറിഞ്ഞു, അന്ന് മുതൽ എന്റെ ഹസ്ബൻഡ് ഓർത്ത് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കാരണം വെപ്പൻ എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ വെപ്പനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ജിസിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങളെ പണിയണമെങ്കിൽ ഭർത്താവിനെ ദൈവത്തിന് ഉപയോഗിക്കണം, ഭാര്യ ദൈവത്തിന് ഉപയോഗിക്കണം, മക്കളെ അയൽവാസിയെ, സഹോദരിമാരെ, നമ്മുടെ ഓഫീസിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ. എന്ത് പ്രശ്നം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും ഓർത്തുകൊള്ളണം, നിന്നെ ഒരു മേഖലയിൽ ദൈവം ഉടയ്ക്കുകയാണെന്ന്. ആ സത്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രയാകാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ റിബല്ലിങ് ചെയ്തിട്ട് ഇങ്ങേരെ എനിക്ക് കൊല്ലണം, ഇത് തന്നെയായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്റെ കർത്താവിനോട് വിട്ടു, സത്യം നീ അറിയും. അത് സത്യം എങ്ങനെയാണ് അറിയുന്നത്? നീ എന്റെ അടുക്കലേക്ക് കയറി വാ, ഞാൻ നിനക്ക് ചില കാര്യങ്ങളെ, അഗോചരമായ കാര്യങ്ങളെ നിനക്ക് ഞാൻ അറിയിച്ചു തരാം, ഗുപ്തനിധികളെ ഞാൻ നിനക്ക് തരാം, പാറക്കിടക്കൂടെ നീ കടന്നു വാ. ഞാൻ പറഞ്ഞു, കർത്താവ് എങ്ങനെ വരണം? ദേ ഇരിക്കുന്നു ഞാൻ. പറഞ്ഞോളൂ. അങ്ങനെയല്ല വരേണ്ടത്. യു കം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, യു പ്രൈസിങ്, താങ്ക്സ് ഗിവിംഗ്, യു കം ടു മീ. ആർക്കാണ് താങ്ക്സ് ഗിവിംഗ് കൊടുക്കാൻ പറ്റുന്നത്? ഹൃദയം നിറഞ്ഞവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്കേ താങ്ക്സ് ഗിവിംഗ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പില 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 പില. ഇതന്നെ ഇസ്രായേൽ മക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്. കുറ്റം പറച്ചിലും മാത്രമേ ഉള്ളൂ. ഒരു ദേവദാസിനെ കുറിച്ചോ ഒരു ദേവദാസിയെ കുറിച്ചോ ഒരു അപവാദം കേട്ട പിന്നെ നമ്മുടെ ചർച്ച അത് തന്നെയാണ്. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, ദാറ്റ് ഈസ് നോട്ട് അവർ ടോപ്പിക്. നമ്മളെ ഡൈവേർട്ട് ചെയ്യാണ് പിശാച്. പലപ്പോഴും ന്യൂ ഇയറിന് മുമ്പ് സഹോദരിമാരോട് പറയാണ്, റേസ് അപ്പ്, നിങ്ങൾക്കൊരു വിളിയും തെരഞ്ഞെടുപ്പുമുണ്ട്. എന്താണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റില്, സ്റ്റേറ്റില്, കോണ്ടിനെന്റ്, നീ ഓർത്തി എന്ന് പറഞ്ഞാൽ നീ ഓർത്തി മാത്രമാണെന്ന് നീ വിശ്വസിക്കണം. സിംഹം ഗർജിക്കുമ്പോൾ അവൻ അറിയാം അവൻ രാജാവാണെന്ന്. എങ്ങനെയാണ് മനസ്സിലായത് രാജാവാണെന്ന്? അവൻ തന്നെ ഡിസൈഡ് ചെയ്തു, ഐ ആം എ കിങ് ഇൻ ദ ഫോറസ്റ്റ്. അവൻ അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മൃഗങ്ങളെല്ലാം അവനെ കാണുമ്പോൾ പേടിച്ചു ഓടും. നീ ജീവിക്കാൻ തുടങ്ങും. ഞാനൊരു ദൈവ പൈതലാണ്. ഐ ആം എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ജോസിസ്റ്ററെ വിശ്വസിക്ക്, ഞാനൊരു റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. ചിന്നു വിശ്വസിക്ക്, ജിൽ വിശ്വസിക്ക്, പുനീറ്റ സിസ്റ്റേഴ്സിക്ക്, ലിജി വിശ്വസിക്ക്, രാജി, സോമി, റബേക്ക, ചോവേണ്ടി, ഓമെ ജീന, പ്രമീള, അമ്മേ ബേലു, ക്രിസ്റ്റി, മിനി, സാം, മറിയാമ്മ, ഓരോരുത്തരും വിശ്വസിക്കാൻ തുടങ്ങും. സിജി സിസ്റ്റർ, സുമ, ആലിസാൻഡി, അമ്മേ സിന്ധു, സുമ, അമ്മേ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കാൻ. റെനി, രാജേശ്വരി, ബ്ലസ്സി, സൂസമ്മ, യശോദാൻഡി, ഹാലിലെ, നിങ്ങൾ ഓരോരുത്തരും, സിബി സിസ്റ്റർ, നമ്മൾ ഓരോരുത്തരും രാജ്യക പുരോഹിത വർഗമാണെന്ന് എപ്പോൾ നീ വിശ്വസിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ തുടങ്ങും. ഇന്ന് ആമേൻ ഞാൻ പറഞ്ഞു മോശയെ 3 മാസം ഒളിച്ചു വെച്ചു എന്ന്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മോശയെ 3 മാസം ഒളിപ്പിച്ചു വെക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാല് ദൈവത്തിന് അവനെ പഠിപ്പിക്കണമായിരുന്നു. എന്നാൽ ന്യൂ കവനന്റിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ കടത്തിക്കൊണ്ടുവരുമ്പോഴും നിന്നെ കുറിച്ചും എന്നെ കുറിച്ചുമുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്യാനുണ്ട്. നമ്മൾ പറയും, സിസ്റ്ററെ ഞാൻ പറയാമായിരുന്നു വേണമെങ്കിൽ എന്റെ ഹസ്ബൻഡ് ശരിയായിട്ട് കർത്താവ് ഇതൊക്കെ ചെയ്യാൻ. കർത്താവിന് നോ. ഭർത്താവിനെയോ മക്കളെയോ അമ്മച്ചീനെയോ വെൽത്തിനെയോ കാറിനെയോ കർട്ടനെയോ അല്ലെങ്കിൽ കസേരയോ സോഫയോ ഒക്കെ സ്നേഹിക്കുന്നവർ ഇവിടെ നിൽക്കുന്നുള്ളൂ. അവരൊന്നും എനിക്ക് യോഗ്യരല്ല. ഇതിനെയെല്ലാം ഒന്ന് മാറ്റി വെച്ചേച്ച് എന്റെ ഹൃദയത്തിന്റെ അകത്ത് വീട് തന്നു, കാർ തന്നു, വെൽത്ത് തന്നു, ഹെൽത്ത് തന്നു, ആളുകളെ തന്നു, വലിയ വലിയ സംഭവങ്ങളെ തന്നു, ഭയങ്കര മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസികളെ എന്റെ കൂടെ കൊണ്ടുവന്നു. കർത്താവ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നീ അവരിലോടൊക്കെ അങ്ങ് ചേർന്ന് നടക്കുമെന്ന്. കർത്താവ് പറഞ്ഞു, യു ബി സെപ്പറേറ്റ്. ഐ ഹാവ് എ സെപ്പറേറ്റ് മിനിസ്ട്രി. ഇന്ന് പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാൻ പറ്റും, എന്റെ കൂടെ UAE-യിലുള്ളവർക്കറിയാം, എന്റെ കൂടെ ചിലർക്കൊക്കെ അറിയാം, ഒരു മൈറ്റി ദേവദാസിയും പോകാത്ത സ്ഥലത്തേക്കാ ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്. 25 വർഷം പിന്മാറ്റം, 40 വർഷം പിന്മാറ്റം, ഒരിക്കൽ പോലും ക്രിസ്തുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവർ, ഒരിക്കൽ പോലും കമ്മ്യൂണിയൻ എനിക്ക് ലഭിക്കത്തില്ലെന്ന് മരിച്ച അവസ്ഥയിലിരുന്നവർ, കുണ്ടറകളിൽ ഇരുന്നവർ, പല ദൈവദാസന്മാർ പിന്മാറ്റത്തിൽ പോയവർ, ദൈവസഭയെ ദുഷിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്കാണ് ദൈവം എന്നെ അയക്കുന്നത്. കാരണം ദൈവസഭ അവരെ വളർത്തിയില്ല എന്ന് അവർ പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവസഭയാണോ നിന്നെ വളർത്തേണ്ടത്? അവൻ നീയാണോ വളരേണ്ടത് ക്രിസ്തുവിനോട് ചേർന്നിട്ടത്? അവൻ നിന്നെ വിടുവിച്ചു, അവൻ നിനക്ക് ജീവൻ തന്നു. പക്ഷെ നീ വളരാൻ നീ ഒരു തീരുമാനമെടുക്കണം. ദൈവസഭയിലെ പാസ്റ്ററിനെ അല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. പാസ്റ്ററും നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടില്ല.
നിന്നെ പോലൊരു വ്യക്തിയാണവർ. ഹല്ലേലൂയ. നിനക്ക് ജീവനെ കൊടുത്തത് ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നീ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കാനായി നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. കള്ളന്മാരും കള്ളികളുമായിട്ട് ക്രൂശ് ചുമക്കാതെ ഞെളിഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കാനല്ല ദൈവം വിളിച്ചത്. ടേക്ക് അപ്പ് ദ ക്രോസ്, ഡിനൈ യുവർസെൽഫ് ആൻഡ് ഫോളോ മീ. ഞാൻ ആ സത്യം അറിഞ്ഞപ്പോൾ സത്യം എന്നെ സ്വന്തം. ഇന്നും കഷ്ടമുണ്ട്, ഇന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല. പക്ഷേ ഐ നെവർ ഡിനൈ. പിന്മാറ്റത്തിന്റെ സ്റ്റേജുകൾ വരാറുണ്ട്. പക്ഷേ മിനിറ്റ് കൊണ്ട് കർത്താവ് എന്നെ റെസ്ക്യൂ ചെയ്യും. 40 ദിവസം ഉപവാസമായിരുന്നു. നവംബർ 1 തൊട്ട് ഞങ്ങൾ എല്ലാവരും ഡിസംബർ 10 വരെയും 250ഓളം പേര് 5 വൻകരകളിലായിട്ട് ഞങ്ങൾ ഫാസ്റ്റിംഗ് ആയിരുന്നു. കർത്താവ് പറഞ്ഞു 25 പേര് സ്നാനപ്പെടും. ഞാൻ പറഞ്ഞ എന്നാ കർത്താവ് റൗണ്ട് ഫിഗർ 30. ഓക്കെ 30. ആ 30ന്റെ ഞാൻ പറഞ്ഞ റൗണ്ട് ഫിഗർ ആദ്യം 5 എണ്ണം സ്നാനപ്പെട്ടു പല സ്ഥലങ്ങളിലായിട്ട്. അതൊക്കെ യൂട്യൂബിലിട്ടുണ്ട്. മൈറ്റി ടെസ്റ്റ് മണികളാണ്. നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ശിശുക്കൾ മുതൽ വലിയവർ വരെ 8 വയസ്സ് കഴിഞ്ഞുള്ള ഏത് കുഞ്ഞിനും സ്നാനപ്പെടാം അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ. ഡോണ്ട് സ്റ്റോപ്പ് ദം. ഇത് അന്ത്യകാലമാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ ചർച്ച് ഓഫ് ഗോഡും IPCയും TPMും പറഞ്ഞു തരുന്ന സ്റ്റഡീസിനനുസരിച്ചല്ല ബൈബിളിൽ ഫോളോ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. സമയത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഹല്ലേലൂയ. ഞങ്ങൾ വെള്ള തുണി ഇട്ടാലേ ചർച്ചിൽ പോകുന്നുള്ളതുമില്ല. ഏത് കളർ ഡ്രസ് ഇട്ടാലും നിന്റെ അകമേ ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, പാറയാകുന്ന ക്രിസ്തുവിന്റെ വിശ്വാസം നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് കമ്മ്യൂണിയൻ എടുക്കാം. നീ ഗോൾഡ് ഊരണമെന്നൊന്നും ബൈബിള് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ഞാൻ ഗോൾഡ് ഒന്നും ഇട്ടിട്ടില്ല. നിന്റെ ഹൃദയത്തിൽ ദൈവം തോന്നിക്കാണ് ഗോൾഡ് ഇടരുതെന്ന് പറഞ്ഞാൽ നീ ഊരിയിരിക്കണം. അല്ലാതെ നീ ഗോൾഡ് ഊരിയാൽ മാത്രമേ നിനക്ക് കമ്മ്യൂണിയൻ തരുമെന്ന് പറഞ്ഞ പാസ്റ്ററിന്റെ പുള്ളിനെ എടുത്ത് മാറ്റണം അവിടുന്ന്. കാരണം എനിക്ക് വരുന്ന കംപ്ലൈന്റുകളാണ് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്കൊരു വ്യക്തിയായിരിക്കും ചർച്ചിലേക്ക് പോകുന്നത്. ഒറ്റയ്ക്കൊരു പെൺകുട്ടിയായിരിക്കും മാനസികമായ ബുദ്ധിമുട്ടിലൂടെ അവൾ ക്രിസ്തുവിന് വേണ്ടി മരിച്ച് ജീവിച്ച് അവൾ കരഞ്ഞോണ്ട് അവിടെ ചെന്നിരിക്കുമ്പം ട്രഷറും ട്രസ്റ്റിയും എല്ലാം കൂടെ തീരുമാനിക്കും ഗോൾഡ് ഊരിയിട്ട് കമ്മ്യൂണിയൻ കൊടുത്താൽ മതിയെന്ന്. എവനെയൊക്കെ അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് എൻഡ് ഓഫ് ദ ടൈം ആണ്. നീ പറയുന്നതിനനുസരിച്ച് ലോകം പോത്തില്ല. കാരണം കുഞ്ഞുങ്ങളെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം വ്യഭിചാരത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ആണും പെണ്ണും കെട്ട രീതിയിൽ പോവുകയാണ്. ആണിനോടും പെണ്ണിനോടും പ്രേമിച്ച് നടക്കുന്ന ഒരു ലോകത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ റെസ്ട്രിക്ഷൻ വെച്ചോണ്ടിരുന്നാൽ പോഷന്മാരെ എഴുന്നേക്ക്, സുബോധം നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങൾക്ക് പ്രായമുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പറയുകയാണ് ദൈവദാസന്മാർ ചേഞ്ച് ആകേണ്ട സമയമായി. നിങ്ങളുടെ അകത്തെയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാനായി നിങ്ങൾ അവർക്ക് ക്ലാസുകൾ കൊടുക്കണം. അന്യഭാഷകളിൽ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. Let them pray in the spirit. Let them arise and shine for his kingdom. അവനെ വചനം കൊണ്ട് അവരെ പ്രഖ്യാപിക്കണം. അവരുടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പ്രാർത്ഥിക്കാം. സ്റ്റോപ്പ് ഇറ്റ്. നിന്നെ ആരാണ് അവിടെ ബലപ്പെടുത്തി നിന്നെ ഇരുത്തിയിരിക്കുന്നത്? ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന പുതിയ നിയമത്തിൽ ഇല്ല. അവൻ എന്നോട് നിലവിളിച്ചു, ഞാൻ ഞെരുക്കത്തിൽ അവൻ എന്നോട് നിലവിളിച്ചു, ഞാൻ അവന് ഉത്തരം അരുളി, ഞാൻ അവനെ വിഷാദ സ്ഥലത്താക്കി. You are not a mediator. Jesus is the mediator. ഫിലിപ്പോസ് നദലിനെ യേശുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയാണ്. ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ജീസസ് ഇസ് ഗോഡ്. TV പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. In the 30 minutes I have a mighty message. I am coming to that. Hallelujah. എന്നാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ തയ്യാറായിട്ടുള്ള സഹോദരിമാരെല്ലാം വീഡിയോ ഓൺ ചെയ്താട്ടെ. I want everybody to open the video. ആരെല്ലാം ന്യൂ ഇയർ റെസൊല്യൂഷൻ, നിങ്ങൾ ചമ്മന്തി അരയ്ക്കായിരിക്കാം, നിങ്ങൾ കിച്ചണി ജോലി ചെയ്യായിരിക്കാം. I don't care about anything. I don't want to see your background. Just open your videos. എത്ര പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻ, അത് സഹോദരന്മാരായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, അമ്മച്ചിമാരായിരിക്കട്ടെ, എന്റെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഞാനൊരു റെസൊല്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു വ്യക്തി എന്റെ വില്ലേജിൽ, എന്റെ സ്ട്രീറ്റിൽ, ഡിസ്ട്രിക്റ്റിൽ, എന്റെ സ്റ്റേറ്റിൽ, എന്റെ കോണ്ടിനെന്റിൽ, എന്റെ യൂണിവേഴ്സിൽ ഞാൻ ഒറ്റ വ്യക്തി ആയിരിക്കാം. പക്ഷെ ഞാൻ എഴുന്നേൽക്കും. സഭ പണിയപ്പെടും, പാതാളം ഗോപുരം ജയിക്കില്ല. ഹല്ലേലൂയ. രാജാവിന്റെ ഭയത്തെ ഒന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല. When you are standing in the word of God, you don't fear about anything, because അവനേക്കാൾ സൃഷ്ടാവ് മേളിലുണ്ടെന്ന് നീ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഈ ഒരു ഫോക്കസിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിന്റെ ഹസ്ബൻഡിന്റെ പ്രോബ്ലം കണ്ടിട്ട് സ്റ്റിൽ ആയിരിക്കുകയാണോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. എന്റെ മക്കളുമാരെ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ഇനി എക്സാമുകൾ എഴുതി പഠിക്കാൻ പോകുന്നവരായിരിക്കാം. അമ്മച്ചിമാരെ, നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരിക്കാം. അപ്പച്ചന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് മരിച്ചു പോയിരിക്കാം. ചേച്ചിമാരെ, നിങ്ങൾ ഡൈവോഴ്സിന്റെ പ്രോബ്ലത്തിലായിരിക്കാം.
ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും മിസ്യൂസ് ചെയ്തവരൊക്കെ, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടുപോയി നിങ്ങൾക്ക് വലിഞ്ഞൂരാൻ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കാം. വാട്ട് എവർ യുവർ പ്രോബ്ലം മേ ബി. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാരണം തലമുക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ ഐ എം ടെല്ലിംഗ് യു ടുഡേ, ന്യൂ ഇയർ റെസൊല്യൂഷൻ വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ്. The new year revelation is, I may proclaim the word of God when the situation come. Take the word, Psalms 149. എല്ലാവരും സങ്കീർത്തനം 149 അധ്യായം എടുത്താട്ടെ. സങ്കീർത്തനം 149 6 വാക്യം, Psalms 149 verse 6. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം നീ എടുക്കണം. ഇന്ന് മുതൽ ഞാൻ എന്റെ പ്രശ്നത്തെ അല്ല കാണാൻ പോകുന്നത്. ഇങ്ങാരെ കുറിച്ച് പറഞ്ഞു നിന്റെ സമയം കെടുത്തല്ലേ? ഇവളെ കുറിച്ച് പറഞ്ഞു നിന്റെ സമയം കെടുത്തല്ലേ? അമ്മായിയമ്മ നിന്റെ ടോർച്ചർ കണ്ട് നീ സമയം കെടുത്തല്ലേ? നീ എന്ത് ചെയ്യണം? Take up the word of God, the sharpening double-edged sword എടുക്കണം. തീരുമാനിക്കാമോ? ഞാൻ എടുക്കും. ഡയറിയിൽ എഴുതി വെക്കണം. എന്റെ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആമേൻ, ബൈ എ സ്മോൾ ഡയറി. ഈ ഡയറി വാങ്ങിച്ചിട്ട് ജനുവരി 1 മുതൽ ജനുവരി 1 ദൈവാത്മാവ് നിന്നോട് സംസാരിച്ച വചനം എഴുതിയെടുക്കണം. അന്ന് നിന്നോട് സംസാരിച്ച പാട്ടിന്റെ ഒരു വരി എഴുതി വെക്കണം. എന്നിട്ട് അത് അടച്ചു വെക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം എടുത്തിട്ട് നീ പ്രൊക്ലെയിം ചെയ്യണം. അന്നത്തേക്കുള്ള മന്നയാണ് നിനക്ക് തന്നത്. അതിന് ആദ്യം ബൈബിൾ തുറന്ന് വായിക്കണ്ടേ? ബൈബിൾ തുറന്ന് വായിച്ചിട്ട് അത് എഴുതി വെക്കുന്ന ഒരു എഫേർട്ട് ഒന്ന് എടുക്കാമോ? സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് നിന്റെ അടുത്ത വർഷത്തിന് മുമ്പ് നീ കാണും. ശേഷം ഈ ഡയറി നീ എവിടെയെല്ലാം പോകുന്നു നീ ക്യാരി ചെയ്യണം. നിന്റെ ബാഗിന്റെ അകത്ത് ചെറിയ ഡയറി വാങ്ങിച്ചാൽ മതി. നിനക്ക് മിസ്റ്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ നിനക്ക് മെസ്സേജ് പഠിക്കാൻ സമയം ഒന്നുമില്ല. നിന്നോട് പറഞ്ഞ വാക്തത്വ വചനം, നിനക്ക് റെവലേഷനായ, നിനക്ക് റേമയായ വചനത്തെ ഇന്ന് തുറക്കുമ്പോൾ ആ പാട്ടും ആ വചനവുമായിരിക്കും അന്ന് നീ അവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിന്റെ ഉള്ളത്തിലൂടെ ദൈവാത്മാസം. നീ വെറുതെ ഇരുന്ന് ഈ അമ്മണി ചേച്ചിയോടും ഈ ചിന്നമ്മ ചേച്ചിയോടും ലൂക്കി ചേച്ചിയോടും ഒക്കെ ചുമ്മാതെ കറങ്ങാനും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കൂടെ നടക്കുന്നത്, അവരെ പൊക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിർത്ത്. മനുഷ്യനെ പൊക്കുന്ന നിർത്ത്. കർത്താവിനെ ഒന്ന് പൊക്കി നോക്കി അവൻ നിന്നെ പൊക്കും. അവൻ എന്നോട് പറ്റിയിരിക്കൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തേരാൽ ഞാൻ അവനെ ഉയർത്തും. നീ ആരെ സഹായിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാരെയും സഹായിക്കണം. ബട്ട് there is a limitation. I never take my phone call unnecessary. ഒറ്റ മനുഷ്യന് 2000-ഓളം പേര് എന്റെ കൂടെയുണ്ട്. ഐ നെവർ അലൗ എനിബഡി ടു കോൾ മീ വിത്തൗട്ട് മൈ പെർമിഷൻ. കാരണം ഞാൻ പ്രാർത്ഥനയിലായിരിക്കും, ചിലപ്പോൾ ഞാൻ ഒരു കൗൺസിലിംഗിലായിരിക്കും, ചിലപ്പോൾ ഞാൻ മെഡിറ്റേഷനിലായിരിക്കും. എന്റെ സമയത്തെ കൊല്ലുവാൻ അവർ ഇന്നസെന്റ് ആയിരിക്കും. ഈ വിളിക്കുന്ന വ്യക്തി പാവമായിരിക്കും. അവരവരുടെ ജെനുവിൻ റീസണും കൊണ്ടാണ് വിളിക്കുന്നത്. നമുക്ക് കേട്ടാ തോന്നും എന്റെ സിസ്റ്ററെ അയാളെ തൂങ്ങിച്ചാവാൻ ഇരുന്നപ്പോഴല്ലേ സിസ്റ്റർ സിസ്റ്ററിന്റെ ഫോൺ എടുക്കും. ഞാൻ പറഞ്ഞു, അവന്റെ ആത്മാവ് ദൈവത്തിനല്ലേ ഇമ്പോർട്ടന്റ്. അവന്റെ ജീവൻ ശ്വാസം ആരുടെയാ? ദൈവത്തിന്റെ. ഞാൻ ആരോടെ ഇപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ സൃഷ്ടാവിനോടല്ലേ. സോ ഹി വിൽ ടേക്ക് കൺട്രോൾ. ഞാൻ എല്ലാ കൺട്രോളും ഏറ്റെടുക്കാൻ തുടങ്ങി. ഈ ലോകത്തിന്റെ മുഴുവൻ കൺട്രോൾ. പിന്നെ ദുബായിയുടെ ഫുൾ ഇൻചാർജ് ഞാനാകും. പിന്നെ പക്ഷെ സ്പിരിച്വലി ഞാൻ ഇൻചാർജ് ആണ്. UAE കൺട്രിയുടെ ഇൻചാർജ് ഞാനാണ് സ്പിരിച്വലി. ഹല്ലേലൂയ. അതെന്റെ വിശ്വാസമാണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് രാവിലെ പറഞ്ഞു കൊടുത്തോണ്ട്, നിങ്ങൾ രാവിലെ എവിടെ പോയാലും ആരെ കണ്ടാലും, അത് നിങ്ങളുടെ ശത്രു ആയിക്കോട്ടെ, പൂജാരി ആയിക്കോട്ടെ, മുസ്ലിമാരായിക്കോട്ടെ, നിന്റെ വീടിന്റെ അപ്പുറത്തുള്ള അമേരിക്കയിൽ നിന്ന് വന്ന ഭയങ്കര ഇത്രയും മണ്ണമുള്ള ഭയങ്കര സെറ്റപ്പിൽ നടക്കുന്ന അച്ചായനായിക്കോട്ടെ, നീ അവരെ നോക്കി ചിരിക്കണം. നീ അവരുടെ മുമ്പിൽ ഈച്ചയായിരിക്കും, പൂച്ചയായിരിക്കും, പുഴുവായിരിക്കും. നിനക്ക് തോന്നും നീ ഒന്നുമില്ലെന്ന് തോന്നും ചിലപ്പം. ഇവരുടെ മുമ്പിൽ നമ്മൾ പണ്ടുതൊട്ടേ അങ്ങനെയാണല്ലോ വളർന്നത്. നമ്മൾ ആച്ചയും അവര് പൂച്ചയും. പക്ഷെ ഇനി മുതൽ നീ പറയണം, ഞാൻ രാജകീയ പുരോഹിത പദം. നീ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യണം, വിശ്വസിക്കണം. എന്നിട്ട് നീ അവരുടെ മുമ്പിൽ ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് പറയാൻ പറ്റത്തില്ല, എനിക്കറിയാം. ഞാനും ഒരു പച്ച മലയാളിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചിരി കൊടുത്താൽ മതി. ചിരിച്ചിട്ട് അവർ നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ കണ്ണിലോട്ട് നോക്കാൻ മറക്കരുത്. കണ്ണിലോട്ട് നോക്കുമ്പോൾ നിന്റെ ഉള്ളത്തിലൂടെ ആത്മാവിന്റെ ഒരു പരിവർത്തനം അങ്ങോട്ട് കരണ്ടടിക്കും. അത് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ വന്നിട്ട് പറയണം, ഈ മനുഷ്യനെ ഞാൻ അവകാശമായി ചോദിക്കുന്നു പിതാവേ എന്ന് പറയണം. എന്നെ നോക്കിയവർ, എന്നെ കണ്ടവർ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർ, എന്നോടുകൂടെ ഇരുന്നവർ, എന്നോടുകൂടെ നിന്നവർ, എല്ലാത്തിനും ഞാൻ അവകാശമായി ചോദിക്കുന്നു. പ്രാർത്ഥിക്കുക, അത് തന്നെ സംഭവിക്കും. ഓ റാബാലബ ശാന്തരേ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഗോ ടു ദ ട്രെയിനിങ് വിത്തൗട്ട് എഫേർട്ട്, നത്തിങ്. മോശയെ ഒളിച്ചു വെച്ചപ്പോൾ അമ്മ വേണമെങ്കിൽ കീഴെല്ലാം ഒട്ടിക്കാതെ വെച്ചിരുന്നെങ്കിൽ എന്തിനാ ആ തടി അങ്ങ് താണുപോയായിരുന്നു. ഗോഡ് ഗേവ് വിസ്ഡം ടു മദർ. മോശയുടെ അമ്മയ്ക്ക് ദൈവം വിസ്ഡം കൊടുത്തു. എന്തുവാ? നീ കീല് തേക്കണം, അപ്പൊ അത് താഴോട്ട് പോത്തില്ല. ഹല്ലേലൂയ. അത് വെള്ളത്തിന്റെ മേളിൽ നിൽക്കും. God is saving somebody in this meeting. മോളെ, ഗ്രേസ്, never give up. God has a great plan. Rajeshri, Omna, God has a great plan. Lina, my sister, never give up. Nancy, never give up.
Achama sister, never give up. God has a great plan. Who told you you are a loser? You are not a loser. You are a winner. എല്ലാവരും കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, I am a winner. ഞാൻ ജയാളിയാണ്, ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണെന്ന് പറഞ്ഞാട്ടെ. മനുഷ്യരൊന്നും മാനിക്കണ്ട. നിന്റെ ഭർത്താവ് നിന്നെ മാനിക്കണ്ട, നിന്റെ മക്കൾ നിന്നെ മാനിക്കണ്ട, നിന്റെ സഹോദരൻ നിന്നെ മാനിക്കണ്ട, നിന്റെ കുടുംബം നിന്നെ മാനിക്കണ്ട, നിന്റെ നാട്ടുകാർ മാനിക്കണ്ട, നിന്റെ ചർച്ച നിന്നെ മാനിക്കുന്നില്ലായിരിക്കും. പക്ഷെ നീ പറയണം, I am a child of God. Way maker, miracle worker, promise keeper is with me. Take up the word and claim it and proclaim it. Okay? അടുത്ത പറയാൻ പോകുന്നത് മേജർ മെസ്സേജിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എത്ര പേര് അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്? നിങ്ങൾ ചൈൽഡ് ഓഫ് ഗോഡ് ആണ്, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. നിങ്ങളിൽ എത്ര പേർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്തവരുണ്ട്? അങ്ങനെയുള്ളവരെ ഒന്ന് കൈ പൊക്കിയാട്ടെ. സ്തോത്രം. ഞാൻ അന്യഭാഷയിൽ ഇതുവരെ സിസ്റ്ററെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പ്രയറും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അന്യഭാഷ ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഓക്കെ, ആരാണത്? പ്രേമിള സിസ്റ്റർ. അമേൻ. നെവർ ഗിവ് അപ്പ് സിസ്റ്റർ. പറഞ്ഞു തരാം ഇന്ന്. അമേൻ. എന്ത് ചെയ്യണം? അമേൻ. സാം ബ്രദർ, നെവർ ഗിവ് അപ്പ്. മറിയാമ്മ സിസ്റ്റർ, നെവർ ഗിവ് അപ്പ്. നമ്മൾ ഇപ്പോഴത്തെ റെസൊല്യൂഷൻ ആണ്, നമ്മൾ പുരുഷന്മാരെ ആഡ് ചെയ്യാൻ പോകും നമ്മുടെ മീറ്റിംഗിൽ. നമ്മളൊക്കെ ഷണ്ടന്മാരാണ്. സോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ട്രെയിനിങ് കർത്താവ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോഴേ അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് തന്നെ അതിനുവേണ്ടി നിങ്ങൾ മുട്ടുമടക്കണം. ഇന്ന് മുതലുള്ള നിങ്ങളുടെ ആഗ്രഹം, വീട്ടിലെ വേറെ പ്രശ്നങ്ങളൊന്നും ആയിരിക്കരുത്. കർത്താവ്, ഈ അഭിഷേകം എനിക്ക് പ്രാപിക്കാനുള്ള കൃപയെ തരണമേ. ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ടോക്ക് ഇൻ ടങ്സ്. റിസീവ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അഭിഷേകത്തിൽ ആമേ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തന്ന കൃപയ്ക്കായി സ്തോത്രം. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 15 വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആമേൻ. ഞാൻ നിന്നെ പുതിയത് മൂർച്ചു. ഈ പ്രവചന ശബ്ദം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? അവരോടാണ് പ്രത്യേകമായിട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആരും ചെറിയവരല്ല, നിങ്ങളെ ആരും പൊക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ UAE അനേക യൂത്തുകളെ കണ്ടു. അവരെല്ലാവരും പറഞ്ഞത്, അവരുടെ റിലേഷൻസ് എന്നോട് പറഞ്ഞത്, ഇവരെ ചർച്ചിൽ ആരും പ്രൊമോട്ട് ചെയ്തില്ല സിസ്റ്റർ, അതുകൊണ്ടാണ് ഇവർ പിന്മാറ്റത്തിൽ പോയത്, അതുകൊണ്ടാണ് ഇവർ വളരാഞ്ഞതെന്ന്. റാണി സിസ്റ്റർ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട. ഐ ആം എൻകറേജിങ് യു. യു ആർ ഇൻ ക്രൈസ്റ്റ്. നീ ഒറ്റയ്ക്ക് വളരാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. യു ആർ സ്പെഷ്യൽ. സാം മോനെ, മോന്റെ പേര് സാം എന്നാണോ ബ്രദർ? നെവർ ഗിവ് അപ്പ്. സാം എന്നാണോ പേര്? അതെ അതെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നീ ഒരു മോശയാണ്. ഹല്ലേലൂയ. വരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം മോശയെ ഉപയോഗിച്ചതുപോലെ സാം ബ്രദറിനെ ഉപയോഗിച്ചതിനായി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എവ്രി മദേഴ്സ്, മറ്റുള്ളവരുടെ കൃപാവരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ സന്തോഷം. നമ്മുടെ കുഞ്ഞിനെ മാത്രമല്ല, എന്റെ മോൻ വളരണേ, എന്റെ മോൻ അഭിഷേകം പ്രാപിക്കണേ, എന്റെ മോൻ സ്റ്റേജിൽ നിൽക്കണേ, എന്റെ മോൻ അന്യഭാഷ പ്രാർത്ഥിക്കണേ, എന്റെ മോൻ അങ്ങ് നിർത്തിയിട്ട് മറ്റേവന്റെ മോനെ വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ശത്രുവിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ നിന്നെ വേദനിപ്പിക്കുന്നവർ നീ അവനെ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കുഞ്ഞിനെ എടുത്തൊന്ന് ഉപയോഗിക്കണേ കർത്താവേ. മോശയെ ഉപയോഗിച്ചതുപോലെ ഈ അന്ത്യകാലത്തിൽ ഈ കഞ്ചാവടിച്ച് നടക്കുന്ന, ഈ താൽപരാഗം തിന്നുകൊണ്ട് നടക്കുന്ന, അന്ധകാലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെന്ന് പറയണം. അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാരണം ജീവൻ ശ്വാസം നമ്മുടെ അപ്പന്റെ അതിനകത്തിരിക്കുന്നത്. ആ ആത്മഭാരം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം. അല്ലാതെ എന്റെ കുഞ്ഞ് പിന്നെ അപ്പുറത്ത് ഞങ്ങളെ നാളുകളായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക സിസ്റ്റർ. അവരുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണെന്ന് പറയാൻ ഇച്ചിരി പാടുണ്ട് സിസ്റ്റർ എനിക്ക്. കാരണം എന്നെയും കൊണ്ട് പറ്റത്തില്ല. നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ സത്യം ഞാൻ അറിഞ്ഞപ്പോഴാണ് എന്നെ ദൈവം സ്വതന്ത്രയാക്കാൻ തുടങ്ങിയത്. ശത്രുക്കളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വേറെ ഓപ്ഷൻ നമുക്കില്ല. കാരണം കർത്താവ് പറഞ്ഞത്, നീ അനുഗ്രഹം പ്രാപിക്കേണ്ടത് നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 1 പത്രോസ് 3:9 പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഓക്കെ. ഇവിടെ പറയാണ്, ഇതിന്റെ അകത്തൊരു ഡെപ്ത് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ അത് ആ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഈ വചനത്തെ കുറിച്ച് താങ്ക് യു ജീസസ്, ഡബിൾ സ്വോർഡ് എഡ്ജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. Behold, I have made you a new sharp threshing sledge
വിത്ത് ഡബിൾ എഡ്ജസ്. NASB, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പം ഡബിൾ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേർഡ് ഓഫ് ഗോഡ് തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനെ കടിച്ച് ഉടയ്ക്കണമെങ്കിൽ, മെതിവണ്ടിയാക്കണമെങ്കിൽ, മൂർച്ചേറിയതാക്കണമെങ്കിൽ, ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വായ്, രണ്ട് കടിക്കാനുള്ള ഡബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിനക്കൊരു പഴയ വായുവുണ്ട്, ഒരു പുതിയ വായുവുണ്ട്. ലോകത്തിലിരുന്നപ്പോ സംസാരിച്ചൊരു വായുവുണ്ട്, ഒരു പുതിയ നിയമത്തിന്റെ ഒരു വായുവുണ്ട്. പുതിയ വായു നിനക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മാത്രമേ ഈ ന്യൂ കവനന്റിൽ നിന്നുകൊണ്ട് നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, പക്ഷെ നീ അതിനെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫേസ് ചെയ്യുന്ന നീയാ. ജയിപ്പിക്കുന്നതും അതിനെ ശക്തീകരിക്കുന്നതും കർത്താവാണ്. 15 വർഷമായി ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, പക്ഷേ ഇന്ന് വരെ അത് സംഭവിച്ചില്ല. പക്ഷെ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ എന്ന വ്യക്തിത്വത്തിന് ബലം പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇന്നും കർത്താവിനെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും പുറമെ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ആ മിനിസ്റ്റർ ചെയ്തു, ഞാൻ പറഞ്ഞപ്പോ 3-4 പേര് സ്നാനപ്പെട്ടു, ഓക്കെ. പക്ഷെ ജഡ്ജ്മെന്റിൽ നിൽക്കുമ്പോൾ നീ ചെയ്തതിനാണ് ദൈവം അവിടെ ജഡ്ജ് ചെയ്യുന്നത്. ക്രെഡിറ്റും പ്രതിഫലവും ഒക്കെ ദൈവം തരും, പക്ഷെ there is a judgment. അപ്പം ആളുകൾ പറയുന്നുണ്ട് ദൈവമക്കൾക്ക് ജഡ്ജിൽ ഇന്ന്. അപ്പോൾ അവിടെ പറയുന്ന ഒരു വചനമുണ്ട്, റോമാലേഖനം 8:1 വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ന് ക്രിസ്തുവേശിയിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ആ മരിക്കുന്ന സമയത്ത്, അല്ലെ റാപ്ചർ സമയത്ത്, നീ ക്രിസ്തുവേശുവില, നീ അക്കോർഡിംഗ് ടു വേർഡ് ഓഫ് ഗോഡ് ആണ് മുന്നോട്ട് പോയതെങ്കിൽ ജഡ്ജ്മെന്റ് ഇല്ല. അല്ലാത്തതിനെല്ലാം ജഡ്ജ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ. കിരീടങ്ങൾ പ്രാപിക്കണമോ? കിരീടങ്ങൾ പ്രാപിക്കും. ഈ ഭൂമിയില് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് കുറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററിന് വരെ എഴുത്തെഴുതും നമ്മൾ, അല്ലെ? വേണമെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ വരെ പോകും. അങ്ങനെയെങ്കിൽ സ്വർഗീയമായ ഞാനൊരു പാട്ടിന്റെ ഒരു വരി പാടുകയാണ്. ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും, ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? നമ്മൾ ഈ മല്ലടിക്കുമ്പോഴും, നമ്മൾ ഈ വഴക്കുണ്ടാക്കുമ്പോഴും, ഹല്ലേലൂയ, നമ്മളുടെ വിചാരം നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ രാജാവായിട്ടിരിക്കുമെന്നാ. ഏത് രാജാവാണെങ്കിലും, ബിൽ ക്ലിന്റൺ ആണെങ്കിലും, ഹല്ലേലൂയ, ടാറ്റ ബിർള ആണെങ്കിലും ഒരു ദിവസം പോയേ പറ്റത്തുള്ളൂ. എത്ര കോടിയുള്ളായിരുന്നതാണ് ഈ പറയുന്ന മനുഷ്യരൊക്കെ. സദ്ദാം ഹുസൈൻ വിചാരിച്ചു മുഴുവൻ എണ്ണത്തിനെയും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കാമെന്ന്. ആമേൻ. അതുപോലെ തന്നെ രാജ്ഞി ആയിക്കോട്ടെ, ഏതെങ്കിലും രാജ്യത്തെ ഈ പേര് പറഞ്ഞു എന്റെ അടുത്ത് യുദ്ധത്തിന് വരണ്ട, എല്ലാരും പോയില്ലേ? അപ്പൊ ഈ റാണി സിസ്റ്റർ ഒരു ദിവസം മരിക്കത്തില്ലേ? 5 മിനിറ്റിനകത്ത് മരിക്കാം, ഈ മിനിറ്റിൽ മരിക്കാം, 1 വർഷം കഴിഞ്ഞ് മരിക്കാം, 50 വർഷം കഴിഞ്ഞ് മരിക്കാം. എപ്പോഴാ മരിക്കാം? ഒരു മരണം എനിക്ക് എന്തായാലും നിശ്ചയമാണ്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം, എന്റെ പിതാവിന്റെ ഇഷ്ടം, ഞാനോ ക്രൂസിഫൈഡ് ആണ്. ആ ഗലാഷ്യൻസ് 2:20 പറയുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ ഇനി ഞാനല്ല പ്രവർത്തിക്കേണ്ടത്, ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിക്കണം. ലീവ് ടു ഡൈ. പുതിയ സൃഷ്ടിയാകുന്ന എന്തിനാണ്? മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. മരിച്ചെങ്കിൽ മാത്രമേ നിനക്ക് പുതിയതായിട്ട് ജീവിക്കാൻ പറ്റൂ. ഇന്ന് 100% പേരുള്ളതിലും 99 പേരെ മരിച്ചിട്ട് ജീവിക്കുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം ജീവിച്ചോണ്ടിരിക്കുക, അവര് മരിച്ചില്ല. അവര് പേരിന് വേണ്ടി എന്തെങ്കിലും സിറ്റുവേഷൻ വന്നപ്പോഴങ്ങ് സ്നാനപ്പെട്ടു, പക്ഷേ അവര് മരിക്കാൻ തയ്യാറായില്ല. ഇന്നും മരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു സൂമിൽ പറഞ്ഞപ്പോഴേ അവിടുത്തെ ദൈവദാസൻ ഖണ്ഡിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ആ ദേവദാസൻ ഖണ്ഡിച്ചെന്ന് പറഞ്ഞാല്, അവിടെ ഇരിക്കുന്ന ബാംഗ്ലൂരിലുള്ള ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള കുട്ടികള്, അവർക്ക് കഷ്ടമെന്ന് പറയുന്നത് ഇഷ്ടമല്ല, ദൈവത്തിന്റെ ശോധന ഇഷ്ടമല്ല, അവർക്ക് ക്രോസ് ചുമക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയുള്ളവരോട് ഈ സഹോദരിയുടെ മെസ്സേജോട് കേൾക്കുമ്പോൾ അവർ പിന്നെ സൂമിൽ വരത്തില്ല എന്ന്. എന്റെ സഹോദരൻ, നിന്നോട് ആര് പറഞ്ഞു ഈ സൂമിനകത്ത് തന്നെ 24 മണിക്കൂർ അവരെ കയറ്റിയിരുത്താനായിട്ട്? അവര് സത്യവചനം അറിഞ്ഞെങ്കിലല്ലേ അവർക്ക് വിടുതൽ ഉണ്ടാവത്തുള്ളൂ. അവർ ഈ ക്രിസ്തുവിന്റെ പാറ്റേൺ അറിയുമ്പോഴല്ലേ, ക്രിസ്തുവല്ലേ അവരെ സഭയിലേക്ക് കയറ്റുന്നത്, നീയാണോ സഭയിലേക്ക് കയറ്റുന്നത്? അപ്പൊ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായത് പറയും. നീ എന്തിനാ ഭയപ്പെടുന്നത്? കർത്താവ് പറഞ്ഞു, ഞാനൊരു ക്രൂശ് വെച്ചു പോയിരിക്കുന്നു. അത് കാൽച്ചുവട് വെച്ചു പോയിരിക്കുന്നു. ആ ക്രൂശിന്റെ നിങ്ങൾ അത് ഫോളോ ചെയ്യാനാ കർത്താവ് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ കാൽച്ചുവട് നിങ്ങൾ പാറ്റേൺ ആയിട്ട് എടുക്കണം.
ഏത് ചുവട്? നിന്റെ ദിനവുമുള്ള പ്രശ്നങ്ങളിൽ ഡിനൈ യുവർസെൽഫ്. കാരണം ഈ ഗ്ലോറി നിറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അകത്താ. ഞാൻ എന്നെ തന്നെ റാണി എന്ന വ്യക്തിയെ ഡിനൈ ചെയ്യിക്കാതെ ഞാൻ ഇങ്ങനെ ഇരുന്നാല് കർത്താവിന്റെ ഗ്ലോറി എന്നിലേക്ക് വന്ന് അവന്റെ ഇഷ്ടത്തെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ when I am denying, എന്റെ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ന വ്യക്തിത്വം, എന്റെ അഹങ്കാരങ്ങളെ, എന്റെ സ്വഭാവങ്ങളെ അത് മുറിക്കും തോറും കർത്താവിന്റെ ഇഷ്ടം എന്നിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നു. I am the light of the world. I am the salt of the earth. This is a pattern God has kept. ഇത് ഈ പാറ്റേൺ ആർക്കും വേണ്ട. ഈ പാറ്റേൺ ഇല്ലാതെ എല്ലാവർക്കും രോഗസൗഖ്യമാകണം, പ്രശ്നം സോൾവ് ആകണം. ഇതിനു വേണ്ടിയിട്ടുള്ള ഓട്ടവും സൂം മീറ്റിങ്ങുകളുമാണ്. അങ്ങനെ ഒരു ഓട്ടവും അങ്ങനെ ഒരു സൂം മീറ്റിങ്ങും പുതിയ നിയമത്തിൽ ഞാൻ കണ്ടില്ല. കർത്താവ് പറഞ്ഞത് എവ്രി ഡേ നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെ നീ ഓവർകം ചെയ്യണം. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 7 കടന്നു വരാം. 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും, മലയാളികൾക്ക് മുഴുവനും അറിയാവുന്ന ഒരു വാക്കാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് എന്ത് ജീവനദിയാ പുറപ്പെടുന്നതെന്ന്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അപ്പം വളരെ ശ്രദ്ധിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പുറത്തു നിന്നെന്നാണോ പറഞ്ഞത്, ഉള്ളിൽ നിന്നെന്നാണോ പറഞ്ഞത്? ഗ്രേസ് മോളെ, അമേ, ഉള്ളിൽ നിന്നാണോ, ഇൻസൈഡ് ആണോ, ഔട്ട്സൈഡ് ആണോ പറഞ്ഞത് ജീവനദി പുറപ്പെടുന്നത്? ആക്ഷനിലൂടെ പറഞ്ഞേ, ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ? ഇൻസൈഡ്. യെസ്. ഓക്കെ, അപ്പൊ താഴേക്ക് എഴുതിയിരിക്കുകയാണ്, നദിയല്ലേ ഒഴുകുന്നത്. അത് എന്തിന്റെയാ? ജീവജലത്തിന്റെ. ബിക്കോസ് ഹി ഈസ് ദ ലൈഫ്. അവന്റെ നദി നമ്മളിലൂടെ ഒഴുകുമെന്നാ പറഞ്ഞത്. അപ്പൊ താഴെ ഇത് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ എന്താണ് ഇമ്പോർട്ടന്റ് പുതിയ നിയമസഭയ്ക്ക്? സഹോദരിമാരെ, ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദ ന്യൂ കവനന്റ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ പുതിയ നിയമം ഇല്ല. പുതിയ നിയമത്തിൽ നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് ഇല്ലാത്തതൊന്നും ദൈവത്തിൻ്റെതല്ല. ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നെയ്ബറായ കുട്ടിയോട് സുവിശേഷം, അവള് ബോൺ അഗെയിൻ ആണ്, അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ കാത്തലിക്സ്. അപ്പൊ പറഞ്ഞു, അപ്പം രാണിച്ചേച്ചി എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈ ഒരു 100ഓളം കോടിക്കണക്കിന് കാത്തലിക്സ്, 100ഓളം കോടിക്കണക്കിന് മറ്റേ യാക്കോബക്കാര്, ഇവരൊന്നും സ്വർഗത്തിൽ പോത്തില്ലെന്നാണോ റാണിച്ചേച്ചി പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തൊരു പോഷത്വമാണ് റാണിച്ചേച്ചി പറയുന്നതെന്ന് വെച്ചു. അത് എന്നോട്. ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ സമയമാണെന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ സമയമാണ്. ഞാൻ പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, 9-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 9, ചാപ്റ്റർ 8 വേഴ്സ് 9, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. അപ്പൊ എന്തൊക്കെ ലഭിക്കാൻ പറ്റും? ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ വീടുതൽ നടക്കും, രോഗസൗഖ്യം നടക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനം നടക്കും. ചിലരോട് ചോദിക്കും, പറഞ്ഞോ, കൃപയാൽ ഇപ്പൊ എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് കർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പ്രിയ പൈതലേ, പുതിയ നിയമത്തിനെ എക്സിസ്റ്റ് ചെയ്തിപ്പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, നിന്റെ പേഴ്സണൽ പ്രെയർ ചെയ്യാനോ നിനക്ക് വേണ്ടി ഇത് കരയാനോ അല്ല മറ്റുള്ളവരെ ആക്കിയിരിക്കുന്നത്. യഥാർത്ഥമായ ശുശ്രൂഷ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6 പറയുന്നു, വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക, സാക്ഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പക്ഷവാദം ചെയ്യുക, അതിനുവേണ്ടി ബെസ്റ്റ് അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 അപ്പച്ചന്മാര് പ്രാർത്ഥിക്കുകയാണ്, മഴ വരലേ മഴ വരണേ. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അന്യഭാഷയിലും പ്രാർത്ഥിച്ചേ, അപ്പൊ എന്റെ ഇഷ്ടം ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക്. നിങ്ങളുടെ ഇഷ്ടമല്ല ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യണമെന്നാണ് കർത്താവ് പ്രാർത്ഥിപ്പിച്ചത്. ഹല്ലേലൂയ. പലരും ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട് ഈ പെന്തക്കോസുകാര് പിന്നെ ഈ യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുന്നില്ല? ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല കർത്താവ് നിന്നെ അയച്ചത്, ആ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാ നിന്നോട് പറഞ്ഞത്. ഫസ്റ്റ് ഡു ദാറ്റ്, നോട്ട് ലൈക്ക് പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പൊ സിസ്റ്റർ, അത് വേർഡ് ഓഫ് ഗോഡ് അല്ലേ? അത് വേർഡ് ഓഫ് ഗോഡ് ആണ്, പക്ഷെ അത് പ്രാർത്ഥന പഠിപ്പിച്ചതാ. യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് പഠിപ്പിച്ചതാ. നീ അത് പുതിയ നിയമത്തിൽ ചെയ്യണം, അഭിഷേകം നിനക്ക് ലഭിക്കും, നീ കാത്തിരിക്കണം. മറിയ ചേച്ചിയും അവിടെ കാത്തിരുന്നായിരുന്നു.
പിന്നീട് മറിയ വെർജിൻ ഒന്നുമല്ല, മറിയയ്ക്ക് മക്കളുണ്ടായിട്ടുണ്ട്, യൂദയുണ്ട്, യാക്കോബുണ്ട്, മക്കളുണ്ട്. ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക, കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. മറിയ അവിടെ പറയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണേന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ദ മീറ്റിംഗ്. നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം കേട്ട് സുബോധം വരുന്നെങ്കിൽ അതിന് വരട്ടെ. വീട്ടിനകത്തിരുന്ന് ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. ക്രിസ്മസ് വരികയാ, എടി ക്രിസ്മസിന്റെ പ്രോഗ്രാം. നിങ്ങൾ ക്രിസ്മസിന് നിങ്ങളുടെ ഭർത്താവും മക്കളും എല്ലാം ക്രിസ്മസ് കൊണ്ടാടുന്നുണ്ടായിരിക്കാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ചിലപ്പോ ഇറച്ചിക്കറിയൊക്കെ വെക്കേണ്ടി വരും, ഗസ്റ്റിനെ സ്വീകരിക്കേണ്ടി വരും, കേക്ക് കട്ടിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും നീ വിഷമിക്കണ്ട, നിന്റെ ഹൃദയത്തെ നന്നായി കർത്താവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഞാനോ കുറയണം, നീയോ, നിന്റെ അന്തരങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഇവിടെ അന്യഭാഷയ്ക്കാണ് ഞാൻ ഇനി അടുത്ത 15 മിനിറ്റ്സ് ഇമ്പോർട്ടന്റ് കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തവരെല്ലാവരും അമേം, എല്ലാവരോടും പറയാണ് അമേം, ഹല്ലേലൂയ. എല്ലാവരോടും പറയാണ്. ഇതിനകത്ത് പാസ്റ്റേഴ്സ് ഉണ്ട്, പാസ്റ്റർ ജോസ് അഗസ്റ്റിൻ, ഹല്ലേലൂയ, അമേം. ഇതിനകത്തിരിക്കുന്ന ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ന്യൂ ഇയർ റെസൊല്യൂഷൻ, അമേം. ഏത് സിറ്റുവേഷൻ വന്നാലും അമേ വേർഡ് ഓഫ് ഗോഡ് കൊണ്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണം. ആരോടും വിളിച്ചു പറയാൻ തുടങ്ങരുത്. യു ഫൈറ്റ് യുവർ പ്രോബ്ലം. ദൈവത്തിന്റെ വചനം കൊണ്ടും ആമേൻ. പ്രോമിസ് കീപ്പിംഗ്, അരയ്ക്ക് സത്യം കെട്ടണം. എഫീഷ്യൻ ലേഖനം 6 പറഞ്ഞു അരയ്ക്ക് സത്യം കെട്ടണം. അത് മുന്നമേ അല്ല, യുദ്ധം വരുമ്പോഴല്ല അരയ്ക്ക് സത്യം കെട്ടുന്നത്. ബിഫോർ ദ ഫൈറ്റ് യു ഹാവ് ടു ആമേ ആ സത്യം കെട്ടിയിരിക്കണം. ഹല്ലേലൂയ. സത്യം എന്തുവാ? ദൈവത്തിന്റെ പ്രോമിസുകൾ, നിങ്ങളോട് സംസാരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഡയറിക്കകത്ത് എഴുതിയിട്ടുണ്ട്, നമ്മുടെ പ്രോമിസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ്. ഞാൻ വചനം കൊണ്ട്, ദൈവത്തിന്റെ പ്രോമിസ് കൊണ്ട് എന്റെ പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിക്കും, ഞാൻ ജയിക്കും, ഞാൻ സ്വർഗത്തിൽ കിരീടം പ്രാപിക്കുവാനായി ഞാൻ എന്നെ തന്നെ ഒരുക്കും, ഞാനൊരു ദൈവ പൈതലാണ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഡിക്ലറേഷൻ. സെക്കൻഡ് ഡിക്ലറേഷൻ, ഞാൻ എവറി ഡേ 30 മിനിറ്റ് അന്യ ഭാഷയിൽ രാവിലെ തന്നെ പ്രാർത്ഥിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് ഗട്ട്സ് ഉണ്ട് പറയാനായിട്ട്? അങ്ങനെ തീരുമാനമെടുത്തവരൊക്കെ കൈപൊക്കിയാട്ടെ. ഞാനല്ല, കർത്താവ് കാണുന്നുണ്ട്. 30 മിനിറ്റ് ഞാൻ അന്യ ഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കും. അതിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നീ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ മുഴുവനും 5 വൻകരകളിലുമുള്ള അഭിഷിക്തന്മാർക്ക്, ദൈവദാസന്മാർക്ക്, ഇവാഞ്ചലിസ്റ്റുകൾക്ക്, അപ്പോസ്തലന്മാർക്ക്, ടീച്ചേഴ്സിന്, ഇവർക്ക്, പാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ അറിയാതെ. ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ന്യൂ കവനന്റ് ടങ്സ്. അന്യ ഭാഷയിൽ നീ പ്രാർത്ഥിക്കും തോറും ആമേം ആമേം ലോകത്തിലുള്ള 5 വൻകരകളിലും ആമേൻ. നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ? യെസ്, ബിക്കോസ് ഓഫ് യു, ബിക്കോസ് ഓഫ് മീ. നമ്മുടെ പ്രാർത്ഥന കുറവ്. ആമേൻ. ഇനി ദൈവം അനുവദിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം ഒരു ദൈവദാസനിൽ നീ ആശ്രയിക്കരുത്, ഒരു ദൈവദാസിയിൽ നീ ആശ്രയിക്കരുത്. നിന്റെ ആശ്രയം സൃഷ്ടാവിലായിരിക്കണം. അത് തന്നെ നീ മറ്റുള്ളവരോടും പറയണം. ആമേൻ. ഞാൻ ഒരു വ്യക്തിയോട് പ്രയർ റിക്വസ്റ്റ് ചോദിക്കാറില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥനയോ എനിക്ക് പ്രവചനോ ആവശ്യമുള്ളപ്പോൾ എനിക്ക് ദൈവം അയച്ചു തരാറുണ്ട് മറ്റുള്ളവരിലൂടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സം ടൈം, ഹല്ലേലൂയ, ഒരു ബ്രദർ ഉണ്ട്, ബെൻ ബ്രദർ, മസ്കറ്റില്. പുള്ളി എപ്പോഴും ആ റൈറ്റ് ടൈം ആവുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞെന്ന് വെച്ചാല്, സിസ്റ്റർ ഐ ആം പ്രൗഡ് ഓഫ് യു. എന്താണ്? സിസ്റ്റർ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തെന്ന് സിസ്റ്റർ പലപ്പോഴും ഡിക്ലെയർ ചെയ്യുമ്പോഴേ, സിസ്റ്റർ ചിലപ്പം ഈ 5 വൻകരകളിൽ ഒരു സഹോദരി ആയിരിക്കും ഈ ഡിക്ലറേഷൻ ചെയ്യുന്ന ആൾ. എന്നാൽ ഒരു സഹോദരി പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അത് ഏറ്റെടുത്തു. ഒരു സഹോദരൻ അത് ഏറ്റെടുത്തെങ്കിൽ 5 വൻകരകളും അത് ഏറ്റെടുക്കും. ഗ്രാജുവലി ഞാൻ മരിച്ചാലും അത് ജീവിച്ചിരിക്കും. നമ്മൾ ഇന്ന് തീരുമാനമെടുക്കണം, ഞാൻ ഭൗതികമായ ഒരു വിഷയത്തിന് വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളവളല്ല. ആരെങ്കിലും പറയാണ്, എന്നോട് പറയും, സിസ്റ്ററെ മോന്റെ പരീക്ഷയാണ്, ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, വീട് പണിയാണ്, ലോണിന്റെ പ്രശ്നമാണ്, എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഡിക്ലെയർ ചെയ്യും, ഐ ഡോണ്ട് ടെൽ മി. പക്ഷെ എന്നാലും മെസ്സേജ് അയക്കും. അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മോൾ ഇന്ന് മുട്ടുമടക്കണം. വെദർ യു ആർ ബോൺ അഗെയിൻ, വെദർ യു ആർ നോട്ട് ബോൺ അഗെയിൻ, നിന്റെ ഉള്ളിലിരിക്കുന്ന ജീവശ്വാസം ദൈവത്തിൻ്റെതാണ്. ആമേൻ. അപ്പൊ നീ മുട്ടുമടക്കണം, എന്നിട്ട് നീ പ്രാർത്ഥിക്കണം. നിനക്കറിയാവുന്ന ഭാഷയിൽ. നിനക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, നിനക്ക് സംസാരിക്കാൻ അറിയാമോ? എന്റെ ജീവനുള്ള ദൈവമേ, നീ എന്നോട് യേശുവിനെ വിശ്വസിച്ചിട്ടില്ല, എനിക്ക് ഈ പ്രയർ കുറിച്ച് തരണം. നീ പറയണം. ആ കുഞ്ഞിനെ പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കണം. എന്നിട്ട് പറയണം, മോളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊന്ന് വായിക്കാൻ. ദൈവം അവളോട് സംസാരിക്കും.
അല്ല, നീ എവിടെ ഇരുന്നുണ്ട് എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ വിളിക്കാം, എന്നെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് 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 പക്ഷെ കേരളം മുഴുവനും നീ നശിപ്പിച്ചു. അങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകളും അങ്ങനെയുള്ള പ്രെയർ ഗ്രൂപ്പുകളും മിണ്ടാതാകട്ടെ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. 24 മണിക്കൂർ എന്റെ പ്രാർത്ഥന അതാ. നിങ്ങൾ മുഖേന ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. എന്നാ ചോദിക്കും, സിസ്റ്ററെ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം, അതിനൊരു സിസ്റ്റം ഉണ്ട്. നീ അങ്ങ് എപ്പോഴും ഇരിക്കരുത്, എന്നെ വിളിക്കെന്ന് പറഞ്ഞിട്ട്. ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കും ചില സമയത്ത് പ്രാർത്ഥന ആവശ്യമായി വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതങ്ങ് ആശ്രയിക്കത്തില്ല. എന്നെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ അങ്ങ് ഡീപ്പസ്റ്റ് ഫോളിംഗിലേക്ക് പോകുമ്പോഴായിരിക്കും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒറ്റ വാക്കായിരിക്കും, അവരുടെ ഒരു ടെസ്റ്റിമണി ആയിരിക്കും. ഞാൻ പറയും ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓടും ഞാൻ. ഹല്ലേലൂയ. നമ്മുടെ സോളിനെ നമ്മൾ പഠിപ്പിക്കണം. ടീച്ച് യുവർ സോൾ. നിന്റെ സോളിനെ നീ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന്റെ അവസ്ഥയാണ് നിനക്ക് ഡിനൈ ചെയ്യുന്നു സോൾ. ഓക്കെ, ഇന്നത്തെ ചില അന്യഭാഷകളുടെ ട്രെൻഡുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. കാരണം നമ്മുടെ സമയം പോവുകയാണ്. ആമേൻ. ട്രെൻഡുകൾ ഇതാണ്: സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കരുത്. ഏത് പോഷനാണ് ഇത് പറഞ്ഞത്? ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം എടുത്തട്ടെ എല്ലാവരും. അന്യഭാഷകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചതിന്റെ ഒരു ടെസ്റ്റിമണി നിങ്ങളോട് പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പറയാനുണ്ട്, സമയമില്ല. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. 28-ാം വാക്യം, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ എന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ അതിന്റെ താഴെ ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്, തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം നീയും ദൈവവുമായിട്ട് സംസാരിക്കാൻ പറ്റും. സാമ്പ്രാദർ അവിടെ ഇരിക്കും, പാസ്റ്റർ ഇവിടെ ഇരിക്കും, ആമേ ഈ സിസ്റ്റർ ആരാണ്, ചിന്നു അവിടെ ഇരിക്കും, ആമേ ബെലുല അവിടെ ഇരിക്കും, രാജി അവിടെ ഇരിക്കും, നീ ഇരിക്കും, പുനീറ്റ അവിടെ ഇരിക്കും. എല്ലാരും നിരത്തിരിക്കുക ചർച്ചില്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ ഇങ്ങോട്ട് സാറാമ്മ ചേച്ചി വന്നോണ്ടേ സാറാമ്മയ്ക്ക് എന്തോ മനസ്സിലാവാനാ. കർത്താവ് പറഞ്ഞു അപ്പുറത്ത് വ്യാഖ്യാനി ഇല്ല, ആരും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനില്ല. ഷട്ട് അപ്പ്, ഷട്ട് യുവർ മൗത്ത്, യു സ്പീക്ക് ടു ഗോഡ്. എല്ലാവരും സംസാരിക്കുക, നീയും ദൈവവുമായിട്ട്. യു നോ വൺ തിങ്, പുതിയ നിയമസഭ നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പാസ്റ്ററിനോട് പറയണം, പാസ്റ്ററിനോട് പറയണം, 5 മിനിറ്റ് അന്യഭാഷയിൽ വൺ സ്ട്രെച്ചിൽ പ്രാർത്ഥിച്ചു നോക്കിയേ. The glory of the God Shekinah will come there. Healing will take place. Breakthrough will happen. പിശാചുകൾ ഓടിപ്പോകും. ഇത് അന്ത്യകാലത്ത് നടക്കാതിരിക്കാൻ പിശാചിന്റെ വലിയ തന്ത്രമാണ്. ദൈവദാസന്മാരെ, 30 മിനിറ്റ് 1.5 മണിക്കൂർ നീ ഈ പെണ്ണുങ്ങളെ പിടിച്ച് ആമേ പാന്റ് കീറിയ പെണ്ണിനെയും സ്ലീവ്ലെസ് ആയുള്ള ഞെളിഞ്ഞു നിൽക്കുന്ന ആമേ ചെസ്റ്റും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെത്തി ഗ്ലോറി അത് പറയിക്കാതെ 10 മിനിറ്റ് നീ അന്യഭാഷയിൽ എല്ലാത്തിനെയും ഒന്ന് പറയിച്ചു നോക്കിക്കേ. അവരുടെ ഉള്ളത്തിലുള്ള ഭൂതവും വിട്ടോടും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതെ ഒറ്റ ഒരെണ്ണത്തിനെ സഭയ്ക്കകത്ത് കയറ്റി നിർത്തരുത് കൊയർ ലീഡറായിട്ട്. അന്യഭാഷ എന്തോന്ന് പോലും അവൻ അറിയത്തില്ല. ചർച്ചിൽ കൊയർ പാടുന്ന എല്ലാവരും 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടേ ചർച്ചിനകത്ത് കയറ്റാവൂ. ഗീവ് ദം ട്രെയിനിങ്. അവിടെ ആ പാട്ട് പാടുമ്പോൾ അതിലൂടെ അവൻ പ്രവചിക്കാൻ തുടങ്ങും. വചനം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ബൈബിളിന്റെ അകത്തൂടെ, വചനത്തിന്റെ അകത്തൂടെ, അവന്റെ അകത്തൂടെ പ്രവചനം ഉള്ളതും. അയ്യോ, എങ്ങനെ സിസ്റ്ററെ മാറ്റുന്ന? അവൻ സഭ വിട്ടുപോകും. ആനി സിസ്റ്ററും കുടുംബവും എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ആനി സിസ്റ്റർ അങ്ങനെ ഒരു മകനുണ്ടെങ്കിൽ സോറി കേട്ടോ. ആനി സിസ്റ്ററും മകനും വർഷങ്ങളായിട്ടുള്ളവരാ. മോൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെ അവനാണ് കീബോർഡും ഗിറ്റാറും ഈ മൈക്ക് പിടിക്കുന്നത്. അവനെ മാറ്റിയ ചർച്ച് മുഴുവൻ തീർന്നു. തീരട്ടെ. അങ്ങനെ ഒരു ചർച്ചിന് വേണ്ട. ഹല്ലേലൂയ. ആത്മാവിന്റെ ഒഴുക്കില്ലാത്ത, ജീവനദി ഒഴുകാത്ത ഒറ്റ ചർച്ചും പുതിയ നിയമസഭയിൽ 5 വൻകരകളിലും വേണ്ട. നിന്നു പോകട്ടെ. നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ആമേ. കുണ്ടനും മുരടനും ചെട്ടനും കയറിയിരിക്കാനുള്ളതല്ല ദൈവസഭ. അതുപോലെ തന്നെ പറയാം, ഒരു ബിൽഡിങ്ങിനകത്ത് ദൈവസഭ വെക്കരുത്. ഈ ബിൽഡിങ്ങിനകത്ത് ഈ കസേരയിൽ ഞാൻ ഇരിക്കത്തുള്ളൂ, അങ്ങനെ ദൈവമില്ല. ഞങ്ങൾ 7 എമിറേറ്റ്സിലും പോയി ദൈവസഭ ഉണ്ടാക്കുന്നുണ്ട്. 7 എമിറേറ്റ്സിലും പോകുന്നുണ്ട്. എവിടെയാണോ കൂടി വരുന്നത് അവിടെ ഒരു സഭയാണ്. എന്തിനാണ് നീ സഭ ഉണ്ടാക്കി പൈസ കളയുന്നത്? ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിനകത്ത് നിന്ന് ആരാധിക്ക്. 1 കോടി രൂപയുടെ ഒന്നും ബിൽഡിംഗ് ഉണ്ടാക്കി നീ ആരാധിക്കണ്ട. അതിന്റെ മോഹവും നിന്റെ കയ്യിൽ വേണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒറ്റ മനുഷ്യരോട് പൈസ ചോദിച്ച് നീ വാങ്ങരുത്. ഒരു മനുഷ്യരോട്, ഒരു ദൈവദാസനോ ദൈവദാസിയോ സഭയിൽ പൈസ 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 എന്ന് വിളിച്ചു പറയരുത്. സ്റ്റോപ്പ് ഇറ്റ്. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോൾ, അവരുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവർ പൈസ കൊണ്ടുവരും. നീ കൊടുക്കണ്ട. ആമേ. ഭൗതികം പറയാനല്ല. യേശു കർത്താവ് പുതിയ നിയമത്തിലെ രക്തം ചൊരിഞ്ഞ് ജീവനെ കൊടുത്ത് നിനക്ക് ആത്മാവിനെ നേടിത്തന്നത് നീ 24 മണിക്കൂറും ആത്മാവിൽ ജാഗരിക്കുവാൻ വേണ്ടിയിട്ടാണ്. Pray in the spirit. Pray in the spirit. അല്ല
പോകും. ഭാര്യമാർ വേറൊരുത്തനെ തേടി പോകും. നീ അന്യഭാഷ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്നോട് ദൈവം ചോദിക്കും, why you did not do the prayer? I told you, ഇടപെടാതെ മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ദൈവദാസ നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? നിന്റെ സഭയെ നീ ശാപിക്കുന്നത് എന്തിന്? എന്റെ കയ്യിൽ അനേക സഹോദരിമാർ വന്ന് പറഞ്ഞതാണ്, സിസ്റ്ററെ ഞങ്ങൾ അന്യഭാഷയിൽ ഒരു പ്രവചനമോ ഒരു അന്യഭാഷ 5 മിനിറ്റ് പറഞ്ഞ പാസ്റ്റർ പറയും, ഓ ഇവക്ക് അനുഗ്രഹം കയറിയെന്ന്. പിന്നെ പറയാനേ തോന്നില്ല. 2 പൊട്ടി സഹോദരിമാര് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി എന്നെ കാണാൻ കൊട്ടാരക്കര വന്നു. അവിടെ ഒരു മീറ്റിങ്ങിന്. അവിടെ വന്നപ്പോൾ അവര് പറഞ്ഞതാണ്, സിസ്റ്ററെ ഞങ്ങൾക്ക് അന്യഭാഷയില്ല, ഒന്നുമില്ല, ഞങ്ങൾ ബോണഗനായി, ഞങ്ങൾ ഈ വചനമൊക്കെ പറയാൻ തുടങ്ങി, എന്തൊക്കെയോ ഒരു ചെറിയൊന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ നാണം കെടുത്തി ഞങ്ങളെ ചർച്ചിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ അവരെ ഒബ്സർവ് ചെയ്തു, എന്താണ് ഇവരുടെ പ്രോബ്ലം? കാരണം അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, യു ബി വിത്ത് മീ. ഇന്ന് പവർഫുൾ വുമൻസാ. വീടില്ലായിരുന്നു, ആമേ പ്രാർത്ഥിച്ചു. എന്റെ സിസ്റ്ററെ ഞാൻ വീടിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത്, ഇനി ഞാൻ പ്രാർത്ഥിക്കും. സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ വചനം കൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ ലോകത്തിന്റെ രാജ്യം പ്രാർത്ഥിക്കുക. ആങ്ങളയ്ക്ക് സുബോധം കൊടുത്ത ദൈവം ആങ്ങള ആമേ ലക്ഷക്കണക്കിന് സുബ ഉണ്ടാക്കി, വീടുണ്ടാക്കി. 23-ാം തീയതി അതിന്റെ ഹൗസ് ബ്ലെസ്സിങ്, ഹൗസ് വാമിംഗ് അല്ല, ഹൗസ് ബ്ലെസ്സിങ്. പെന്തക്കോസ്തുകാരെ നമുക്ക് ഹൗസ് വാമിംഗ് ഇല്ല, ഹൗസ് ബ്ലെസ്സിങ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ചേഞ്ച് ചെയ്യണം, ലാപ്ടോപ്പ് ചേഞ്ച് ചെയ്യണം, ടോക്ക് ചേഞ്ച് ചെയ്യണം. ആർ യു റെഡി? അഭിഷേകം പ്രാപിക്കാത്ത നിന്റെ കുഞ്ഞുണ്ടെങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞിന് അഭിഷേകം കൊടുക്കണമേ. അല്ലാതെ കുഞ്ഞിന് എളിഞ്ഞിരുന്ന് പറയാനല്ല. അവൻ അഭിഷേകത്തിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ don't take him, don't give him keyboard, guitar, whatever it is. Hallelujah. Praise the Lord. ചർച്ച് പുതിയ നിയമസഭ എഴുന്നേൽക്കട്ടെ. സഹോദരിമാരെ, നിങ്ങൾ ഒരാൾ തീരുമാനം നിങ്ങളുടെ ഭവനത്തിൽ എടുത്താൽ അനേകം പേരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഹല്ലേലൂയ. എന്റെ ഭർത്താവ് എന്റെ കൂടെ പ്രേയറിനില്ല, എന്റെ മക്കൾ എന്റെ കൂടെ പ്രേയറിനില്ല, നോ മാറ്റർ. ഇന്ന് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബാൽക്കണിയില് ആമേ, നിങ്ങൾക്കൊക്കെ അറിയാം, ഐ ഡോണ്ട് നോ, ജീസസ് ഇസ് ഗോഡ് TV അല്ലെ മോംസ് നെവർ ഗിവ് അപ്പ് ചാനൽ നോക്കിയാൽ മതി. ഐ ഹാവ് ആമേ ഗാർഡനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്, ഇഷ്ടം പോലെ വെജിറ്റബിൾ. UAE ഐ എം ഇൻ ജബൽ അലി അൽ ഫുർജാൻ. ഹല്ലേലൂയ. ഞാൻ അവിടെ പോയി അവരോട് സംസാരിക്കും എന്റെ വിഷമങ്ങളെ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, എന്റെ മൂത്ത മോൻ 14 വയസ്സാകാൻ പോകുന്ന കർത്താവ്, അവന്റെ ബാപ്റ്റിസം എന്ന് നടക്കും കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയണ, നീ മരിച്ചങ്ങ് സ്വർഗത്തിൽ പോയി, ഞാൻ കാണുവാ എന്നെ തന്നെ. ഞാൻ അവിടെ ചെന്നപ്പം എന്റെ മോൻ അവിടെ നിൽക്കുകയാണ് എന്റെ കൂടെ. അപ്പം അവൻ പറയാണ്, മമ്മി ഐ ലേൺ സോ മെനി തിങ്സ്. ഹല്ലേലൂയ. ഐ ലേൺ സോ മെനി, ഐ കേം ഹിയർ. നീ അതിനെ കുറിച്ച് ഭാരപ്പെടണ്ട. ഇഫ് യു ആർ ട്രസ്റ്റിംഗ് ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ദാറ്റ്സ് ഇറ്റ്. ഹമേശ മോനെ സാമോനെ, ആമേൻ, never give up. Don't see your current present situation. God has a great plan about you. നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ സഹോദരങ്ങളോ അതൊന്നുമല്ല മാറ്റർ. നീ അവൈലബിൾ ആണോ? ദാറ്റ് ഈസ് മാറ്റർ ഫോർ ഹിം. മോശ അവൈലബിൾ ആയതുകൊണ്ട് മോശ ഇസ്രായേൽ മക്കളെ പിടിച്ചോണ്ട് വരാൻ ദൈവം സഹായിച്ചു. അനാക്യമല്ലന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നമേ ട്രെയിനിങ് കൊടുത്തു. സാം മോനെ നിനക്ക് ട്രെയിനിങ് തരികയാണ് കർത്താവ്. അമ്മേ ഗ്രേസ് മോളെ നിനക്ക് ട്രെയിൻ ചെയ്യാൻ നൈസ്ലി. ഉദാരാണ്ടി ഉമ്മ ഒരു കന്യാസ്ത്രീയാ ഉദാരാണ്ടി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുക നമ്മുടെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. സിന്ധു മോളെ ലവ് യു. സിന്ധു ആമേ പെട്ടകത്തിന്റെ വേദനയുടെ പരാജയത്തിലൂടെ കടന്നുപോയി ദൈവം വിളിച്ചു വരുത്തിയ ഒരു കുഞ്ഞാണത്. ശോഭ ആന്റി ആമേൻ ആമേൻ. അവരെ അമ്മച്ചിയെ പറഞ്ഞത് കട്ട്ല തൂർന്നവളെന്ന. ഹല്ലേലൂയ. രക്തമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരി വീട്ടിൽ ആമേ ആത്മാവിൽ ആരാധിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ചിലർക്ക്. പക്ഷെ നെവർ ഗീവ് അപ്പ് സഹോദരിമാരെ. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ ആരെന്ന് നീ അറിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ജീസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.